നിനക്ക് മുൻപായി ചലിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിനക്ക് മുൻപായി കടന്നുപോയി. നിനക്കായി ചലിക്കുന്ന ഒരു യേശുവുണ്ട്. അവൻ നിനക്ക് മുൻപായി പോയി ഇരുമ്പൂടാമ്പലുകളെ തകർത്ത് താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവനാണ്. നിനക്ക് മുൻപായി കടന്നുപോയി ഇരുമ്പൂടാമ്പലുകളെ തകർത്ത് താമ്രഭിത്തിയെ അവൻ ഉടയ്ക്കുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എവിടെ കടന്നുപോയാലും കർത്താവിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന JB പീറ്റർ എന്ന ദൈവത്തിൻ്റെ ദാസൻ, ലോകം മുഴുവൻ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ച് ദൈവകൃപയാൽ ലക്ഷക്കണക്കിന് ജനത്തിന് അനുഗ്രഹമായി സഞ്ചരിച്ചു. ഏത് രാജ്യത്തിൽ നിന്നാണോ അദ്ദേഹം തിരികെ യാത്ര ചെയ്യുന്നത്, ആ എയർപോർട്ടിൽ വന്ന് പ്ലെയിനിൽ കയറുന്നതിന് മുൻപ് ഈ വാക്യം വായിച്ച് താൻ ഡിക്ലെയർ ചെയ്യും. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ താൻ വായിച്ച് ഡിക്ലെയർ ചെയ്യും. എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? എൻ്റെ മുൻപിൽ ഇരുമ്പോടാമ്പലുകൾ, താമ്ര കതകുകൾ എൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കത്തില്ല. എല്ലാ ദുർഘടങ്ങളും നിരപ്പായിരിക്കും. അടഞ്ഞവയെല്ലാം എൻ്റെ മുൻപിൽ തുറന്നിരിക്കും. ഞാൻ നിങ്ങളോട് എൻകറേജ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദിവസവും പ്രഖ്യാപിക്കണം, ജയിലുകൾ എനിക്കുള്ളതല്ല, അടഞ്ഞ വാതിലുകൾ എനിക്കുള്ളതല്ല, അടഞ്ഞ ബുദ്ധി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല. ഒരിക്കൽ കൂടെ പറയാം, അടഞ്ഞ ബുദ്ധി എൻ്റെ മക്കൾക്കുള്ളതല്ല. തുറന്ന വാതിലുകൾ, തുറന്ന മണ്ഡലങ്ങളാണ് കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അവൻ കാരാഗ്രഹങ്ങളെ തകർക്കുന്നവനാണ്. യേശു കർത്താവ് അവൻ കാരാഗ്രഹങ്ങളെ തകർക്കുന്നവനാണ്.